ട്രംപ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കെ മറ്റെല്ലായിടത്തും മറ്റു പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ CPIM അതിൻ്റെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ നടപടികളിലേക്കൊക്കെ കടന്നിരിക്കുന്നു. CPIM സംഘടനാ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രായപരിധിയിൽ ഒഴിവാകുന്നവരോട് അവഗണന പാടില്ല എന്നതാണ് സംഘടനാ റിപ്പോർട്ടിലെ ഒരു പ്രധാന കാര്യം. ഒഴിവാകുന്നവർക്ക് പാർട്ടി ഘടകമോ പ്രവർത്തന മേഖലയോ നിശ്ചയിച്ച് നൽകാത്ത ചില സംഭവങ്ങളുണ്ട്. ഇത് തിരുത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന കമ്മിറ്റികളിലെ പ്രത്യേക ക്ഷണിതാക്കളുടെ എണ്ണം കൂടരുതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്ന് നടക്കും. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് 72 മിനിറ്റ് സംസാരിക്കാനാണ് അവസരം ലഭിക്കുക. വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ ചേരുന്നുണ്ട്. മഹേഷ്, ഈ വാർത്തയുടെ ഇൻട്രോ വായിച്ചു വരുമ്പോൾ തന്നെ ജി സുധാകരൻ്റെ മുഖമാണ് മനസ്സിൽ തെളിയുന്നത്. വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ ആ ഒപ്പം ഒഴിവായ പലർക്കും കൃത്യമായി അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ സ്ഥിതി ഇന്ത്യയിലെമ്പാടുമുള്ള പാർട്ടി ഘടകങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ വേണമല്ലോ നമുക്ക് കരുതാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലേ ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഇടം പിടിച്ചത്? അതെ, ഹർഷൻ പറഞ്ഞ പോലെ തന്നെ ജി സുധാകരൻ അടക്കമുള്ള ചില നേതാക്കൾക്ക് ഇത്തരത്തിൽ അവഗണന നേരിട്ടു എന്ന പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് രാജ്യവ്യാപകമായുള്ള ഈ പാർട്ടി കോൺഗ്രസിലും ഈ വിഷയം ഇടം പിടിച്ചിരിക്കുന്നത്. ഒഴിവാകുന്നവരെ അവഗണിച്ച് മാറ്റി നിർത്തരുത്, പ്രായപരിധിയിൽ ഒഴിവാകുന്ന ആളുകൾ പ്രവർത്തന മേഖലയോ നിശ്ചയിച്ച് നൽകാത്ത സംഭവങ്ങൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ സംഘടനാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷണിതാക്കളുടെ എണ്ണം അധികമാകരുത് എന്നുള്ളത്. സംസ്ഥാന കമ്മിറ്റികളിൽ പ്രത്യേക ക്ഷണിതാക്കളുടെ എണ്ണം കൂടരുതെന്ന് സംഘടനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ചില സംസ്ഥാന കമ്മിറ്റികളിൽ അനുവദനീയമായതിൽ കൂടുതലും ക്ഷണിതാക്കൾ ഉണ്ട് എന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം എല്ലാ സംസ്ഥാന കമ്മിറ്റികളും എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വലിയ സംസ്ഥാന കമ്മിറ്റികൾ, കേരളം പോലെയുള്ള വലിയ സംസ്ഥാന കമ്മിറ്റികളിൽ 5 പേരെയും ചെറിയ സംസ്ഥാന കമ്മിറ്റികളിൽ 3 പേരെയും ക്ഷണിതാക്കളാക്കാൻ പാടുള്ളൂ എന്നാണ് ഈ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത്. മികച്ച പാർട്ടി നേതൃത്വത്തിൽ പരിചയസമ്പത്തുള്ള ദീർഘകാല ചരിത്രമുള്ളവരെ മാത്രം ക്ഷണിതാക്കളാക്കിയാൽ മതി. അല്ലാത്തവരെയൊക്കെ അവരുടെ പരിചയസമ്പത്തും കഴിവുമൊക്കെ നോക്കി ഉപയോഗിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരു കാര്യമാണ് CPIMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും വളരെയധികം പ്രസക്തമായ ഒരു കാര്യമാണ് അംഗത്തിലുണ്ടാകുന്ന കൊഴിഞ്ഞുപോക്ക്. പാർട്ടി അംഗത്തിൽ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നു, അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് എന്നും സംഘടനാ റിപ്പോർട്ട് വിലയിരുത്തുന്നു. ചില സംസ്ഥാനങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് വളരെ കൂടുതലാണ്. അതിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി കേരളവും ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം കേരളത്തിൽ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നു. പക്ഷെ ആ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നത് പാർട്ടി അംഗത്വം പൂർണ്ണമായും ലഭിക്കുന്ന മുമ്പ് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരാൾ കാൻഡിഡേറ്റ് മെമ്പർ ആകുന്നു. ആ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് എന്ന ആ കാലയളവിൽ തന്നെ അവർ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് ഗുരുതരമാണ് എന്ന് ഈ റിപ്പോർട്ട് വിലയിരുത്തുന്നു. 2024 മാത്രം കേരളത്തില് കാൻഡിഡേറ്റ് മെമ്പർമാരിൽ 22.8% പേരാണ് കൊഴിഞ്ഞു പോയതെന്ന് റിപ്പോർട്ട് വ്യക്തമായി സൂചിപ്പിക്കുന്നു. കൂടുതൽ കൊഴിഞ്ഞുപോക്കുള്ള സംസ്ഥാനം തെലങ്കാനയാണ്. പക്ഷേ കേരളത്തിലെ കൊഴിഞ്ഞുപോക്ക് അതീവ ഗുരുതരമാണ് എന്ന് ഈ സംഘടനാ റിപ്പോർട്ട് വിലയിരുത്തുന്നു. പൂർണ്ണ അംഗങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നുണ്ട്. 7 സംസ്ഥാനങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് നിരക്ക് 6%. തമിഴ്നാട്ടിൽ പാർട്ടിക്ക് വളർച്ച ഉണ്ടെങ്കിൽ പോലും അവിടെ 10% കൊഴിഞ്ഞുപോക്ക് ഉണ്ട് എന്നും സംഘടനാ റിപ്പോർട്ട് പരാമർശിക്കുന്നു. ഹർഷൻ. മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. CPIM സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇന്നിപ്പോൾ ചർച്ച അല്പസമയത്തിനകം ആരംഭിക്കും.